ഹായ് എവരിവൺ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റാഗി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ്. റാഗി കുറുക്കൊക്കെ സ്ഥിരമായിട്ട് കഴിച്ച് മടുത്തവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോയിലോട്ട് പോകുമ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1 കപ്പോളം റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകവും 1 ടീസ്പൂണോളം കുരുമുളകുമാണ് ചേർക്കുന്നത്. ഇനി ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂണോളം തേങ്ങയും കൂടെ ചേർത്തിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ തേങ്ങ ചേർത്തിട്ടില്ല. ഒരു സോസ് പാനിൽ 1.5 കപ്പോളം വെള്ളം തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ഈ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ റാഗിയുടെ പൊടി ചേർത്ത് ഇളക്കിയെടുക്കാം. ഫ്ലെയിം മീഡിയം ടു ലോ ആയിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ 1 കപ്പ് റാഗിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ പാകം. ആ ഒരു പാകത്തിന് തന്നെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ കറക്റ്റ് പാകത്തിന് നമുക്ക് കുഴച്ച് ഉരുട്ടിയെടുക്കാൻ പറ്റുകയുള്ളൂ. റാഗിപ്പൊടി നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു മാവ് തയ്യാറായി കിട്ടും. വെയിറ്റ് ലോസ് ചെയ്യുന്നവരും അതുപോലെ തന്നെ ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്കും ദിവസേനയുള്ള ഭക്ഷണ ക്രമീകരണത്തിൽ റാഗി ഉൾപ്പെടുത്തുന്നത് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ് ആണ്. വളരെ പെട്ടെന്ന് തന്നെ മാവിയുടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടൊന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചെറു ചൂടോടുകൂടി തന്നെ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. മാവെല്ലാം തന്നെ ഇങ്ങനെ ഉരുട്ടിയെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ എല്ലാ മാവും ഉരുട്ടിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് ആവിയേറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണയോ നെയ്യോ തടവി കൊടുക്കാം. ഞാനിപ്പോൾ ഓയിൽ ബ്രഷ് വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുട്ടിയെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു റാഗി ബോൾസ് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റ്, അതിൽ കൂടില്ല. തീരെ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ 10 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ റെഡിയായി കിട്ടും. ഇനി ഇതൊന്ന് മൂടി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോൾസ് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് ഉള്ളിൽ. നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഇനി ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കടുക് പൊട്ടിക്കാം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയിലെ വാട്ടർ കണ്ടന്റ് ഒക്കെ പോയി നന്നായിട്ടൊന്ന് ഡ്രൈ ആവുന്നത് വരെ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. വെയിറ്റ് ലോസ് ചെയ്യുന്നവരും ഡയബറ്റീസ് ഒക്കെ ഉള്ളവരും സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ റാഗി ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെ വേഗം ഷുഗറൊക്കെ കൺട്രോൾ ആവാനും അതുപോലെ തന്നെ ഒരു ഫാസ്റ്റ് വെയിറ്റ് ലോസിനും സഹായിക്കുന്നതാണ്. തേങ്ങ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു റാഗി ബോൾസ് ചേർത്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അല്പം കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്തിട്ടില്ല. നമുക്ക് എരിവ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഈ തേങ്ങയുടെയൊക്കെ ഒരു ഫ്ലേവർ ഈ ബോളിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മൂടി വെക്കുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് സെർവ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം കൃത്യമായി നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ.